മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമ സംഭവിക്കാൻ വെറും 53 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ മോഹൻലാൽ ഫാൻസിനോടും മലയാളികളോടും വലിയൊരു റിക്വസ്റ്റുമായി പൃഥ്വിരാജ് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം ധൈര്യമായി ഒരു ലാലേട്ടൻ പടത്തിൻ്റെ ഫസ്റ്റ് ഷോയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ കാത്തിരിക്കുകയാണ് ഫാൻസ്. ഒറ്റ പേര്, ഡയറക്ടർ പൃഥ്വിരാജ് ആൻഡ് സ്ക്രിപ്റ്റ് റൈറ്റർ മുരളി ഗോപി. അപ്പോൾ നഷ്ടപ്പെട്ട ബോക്സ് ഓഫീസ് തിരിച്ചു പിടിക്കാൻ എത്തുന്ന ലാലേട്ടൻ പടത്തിൻ്റെ ഹൈപ്പ് അത് ഓരോ ദിവസം വിചാരിക്കുന്നതിനപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഫാൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഓവർ ഹൈപ്പുമായി ഒരിക്കലും എമ്പുരാനെ അപ്രോച്ച് ചെയ്തെന്നാണ് പൃഥ്വി ഇപ്പോൾ കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂസിലും പ്രൊമോഷൻ്റെ ഭാഗമായിട്ടൊക്കെ പറഞ്ഞിട്ടുള്ളത്. കാരണം വേറൊന്നുമല്ല, ലൂസിഫറിനെ അപേക്ഷിച്ച് എമ്പുരാനിൽ 35% ഹിന്ദി ആൻഡ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണുള്ളത്. സെയ്ദ് മസൂദിൻ്റെ ഒരു ഫ്ലാഷ് ബാക്ക് സീനിൽ നിന്നാണ് പടം ആരംഭിക്കുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ അതൊരു നോർമൽ മലയാളി ഓഡിയൻസിന് എത്രത്തോളം വർക്കാകുമെന്ന ടെൻഷനുണ്ട്. ഒരു പക്ക മാസ് മസാല കൊമേഴ്ഷ്യൽ ഐറ്റം പ്രതീക്ഷിച്ച് FTFS കാണാൻ എത്തുന്നവരുടെ ഫാൻസിൻ്റെ റെസ്പോൺസ് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ അവർ ഈ ഒരു ഓവർ ഹൈപ്പിൽ സിനിമയെ സമീപിച്ചാൽ അതൊരു പക്ഷേ നിരാശയായി മാറാനും ചാൻസ് ഉണ്ടെന്നാണ് പൃഥ്വി ഇപ്പോൾ ഇൻ്റർവ്യൂസിലെല്ലാം പറഞ്ഞിട്ടുള്ളത്. L2 ടോട്ടലി ഒരു ഇൻ്റർനാഷണൽ ടെറൈനിൽ കഥ പറയുന്നത് കൊണ്ട് തന്നെ സിനിമയുടെ ഡയലോഗ് ട്രീറ്റ്മെൻറ്റും അങ്ങനെയാണ് അപ്രോച്ച് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു പ്രതീക്ഷ മനസ്സിൽ വെച്ച് മാത്രം ഫസ്റ്റ് ഷോയ്ക്ക് ഈ ഒരു സിനിമ സമീപിക്കുക. അപ്പോൾ സിനിമയുടെ ഡയലോഗിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മുരളി ഗോപി തന്നെ സ്ക്രിപ്റ്റ് എഴുതിയ ടിയാൻ എന്ന സിനിമയിലെ മലയാളം ഡയലോഗുകൾ ഇല്ലാതിരുന്നത് ആ ഒരു സിനിമയുടെ ബോക്സ് ഓഫീസ് പെർഫോമൻസിനെ ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എമ്പുരാനിലേക്ക് വരുമ്പോൾ ആ ഒരു ലാംഗ്വേജ് ബാരിയർ ഒഴിവാക്കി മാക്സിമം മേക്കിംഗ് കൊണ്ട് സിനിമയെ എൻഗേജിങ് ആക്കാനും എല്ലാത്തരം ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന രീതിയിൽ ട്രീറ്റ് ചെയ്യാനുമാണ് ശ്രമിച്ചിട്ടുള്ളതെന്നാണ് പൃഥ്വിരാജ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും പടത്തിൽ ടീസറിൽ കണ്ട പോലെ മുണ്ട് മടക്കി കുത്തി കാട്ടിലൊരു ബ്ലാസ്റ്റ് സീനിലൊക്കെ നിൽക്കുന്ന ലാലേട്ടൻ. അപ്പോൾ എന്തായാലും കേരളത്തിൽ സ്റ്റീഫനായി ലാലേട്ടൻ എന്നൊരു സീൻ ഉണ്ടെന്ന സൂചനയൊക്കെ തന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സീൻ മാത്രം മതി ഫസ്റ്റ് ഡേക്ക് പോകുന്ന ഫാൻസിന് അർമാദിക്കാൻ. ആ ഒരു റെസ്പോൺസ് തന്നെ വേറെ ലെവലിൽ മാറാനായിട്ട്. അപ്പോൾ അതൊക്കെ ഉണ്ടാവുന്ന പ്രതീക്ഷയിൽ തന്നെ നമുക്ക് ഇരിക്കാം. Mammootty Sir is not there. There's a story. I thought that is at least. No, Mammootty Sir is not there in this part of the franchise. റൂമേഴ്സും ഫാൻ മെയ്ഡ് പോസ്റ്റേഴ്സും ഒക്കെ ആയിട്ട് സോഷ്യൽ മീഡിയയിലെല്ലാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന L2 മമ്മൂട്ടി പ്രസൻസ് ആണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം L2 ഇല്ല എന്ന് പൃഥ്വി ഇപ്പോൾ ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. അതിലൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ സീക്വലിൽ മമ്മൂക്ക ഇല്ല എന്നാണ്. അപ്പോൾ അടുത്ത സീക്വലിൽ ചിലപ്പോൾ ഉണ്ടാവാം, ചിലപ്പോൾ ഉണ്ടാവാതിരിക്കാം. എന്തായാലും സംഭവം ഇருக்கு. എന്തായാലും മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ ഹൈപ്പിലെത്തിയ ഒടിയനെ പോലും തകർക്കാനുള്ള പ്രീ ബുക്കിങ്ങും റെക്കോർഡ് ഫാൻ ഷോവും L2 ഉണ്ടാവും എന്നുള്ള കാര്യം ഉറപ്പാണ്. വമ്പൻ ഹൈപ്പിൽ പാൻ ഇന്ത്യൻ റിലീസായെത്തിയ ലിയോയുടെ കേരള FTFS റെക്കോർഡും മരക്കാറിൻ്റെ 877 എന്ന ഫാൻ ഷോയുമാണ് L2 ഇനി തകർക്കാനായിട്ടുള്ളത്. സോ മാർച്ച് 27 സ്റ്റീഫൻ നെടുമ്പള്ളി AK എബ്രഹാം ഖുറൈശി വരാർ.